ഗുഡ് മോർണിംഗ് ശ്രീജ. നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണമിങ് എത്താറായി. ഓണാവേശം നിറച്ചുകൊണ്ട് ഇന്ന് പുന്നമടക്കായലിൽ ആർപ്പോ വിളികൾ ഉയരും. അതെ, ഇന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. പുന്നമടയിലെ വിജയ ആരാകും കാത്തിരുന്ന് കാണാം അല്ലേ? തീർച്ചയായും. ജലരാജാവ് ആരാണെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. പുന്നമടക്കായലിന്റെ ഓളങ്ങളെ ഇങ്ങനെ കീറിമുറിച്ച് ജലരാജാക്കന്മാർ മുന്നേറുമ്പോൾ ഓരോ വള്ളംകളി പ്രേമികളും ആവേശത്തിലാണ്. നമ്മളും മറ്റു വാർത്തകളുമുണ്ട്, നമുക്കെല്ലാം വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പുന്നമടക്കായലിൽ ഇന്ന് ആവേശത്തിരയിളക്കം. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവർ മുഖ്യാതിഥികൾ. ആവേശപ്പോരിൽ തുഴയെറിയുന്നത് 22 ചുണ്ടൻ വള്ളങ്ങൾ. ആലപ്പുഴ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് അവധി. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും A അജികുമാറിന്റെയും ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ഇരുവർക്കുമെതിരെ ശക്തമായ തെളിവുകളെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ. പ്രതിഭാഗം ജാമ്യാപേക്ഷ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ വീണ വിജയന് പിന്നാലെ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ ഇഡി. റെയ്ഡിൽ കണ്ടെത്തിയ ഹവാല ഇടപാട് വിവരങ്ങളിൽ വിശദ പരിശോധന നടത്തും. റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് സമൻസ് അയച്ചേക്കും. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്ത അന്വേഷണ സംഘം. പ്രളയക്കെടുതി കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടിട്ടും പത്തനംതിട്ട റാന്നിയിലെ ദുരിതബാധിതർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത ധനസഹായം കിട്ടിയില്ല എന്ന് പരാതി. ലക്ഷങ്ങളുടെ നഷ്ടം നേരിട്ട വ്യാപാരികളോട് പലിശയ്ക്ക് വായ്പയെടുക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നുവെന്ന് പരാതി. കൂടുതൽ കടക്കെണിയിലേക്ക് തള്ളിവിടുന്ന നീക്കമെന്ന ആക്ഷേപം. പാലത്തായി പീഡന കേസിൽ ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ചതോടെ പ്രതി പത്മരാജൻ ഇന്ന് പുറത്തിറങ്ങും. തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ശിക്ഷ ചോദ്യം ചെയ്ത അപ്പീലിൽ ജാമ്യം അനുവദിച്ച ഇരയായ പെൺകുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന നിർണായക നിരീക്ഷണത്തോടെ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്നിറങ്ങും. സെമിയിലെ എതിരാളികൾ ചൈനീസ് താരങ്ങൾ. മത്സരം ഉച്ചയ്ക്ക് 1:30 മുതൽ. ഇന്നത്തെ വാർത്തകളുടെ ഒരു ആവേശം മൊത്തം പുന്നമടക്കായലിലാണല്ലേ? തീർച്ചയായും. ആരായിരിക്കും ആ ഫൈനലിൽ എത്തുക എന്നറിയാനുള്ള ഒരു ആവേശം, അത് ഇങ്ങനെ ഓരോ നിമിഷവും നെഞ്ചിടിപ്പോടെയാണ് വള്ളപ്രേമികളൊക്കെ തന്നെ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒരുപാടുണ്ട്. നമുക്ക് അതിലേക്ക് നോക്കിയ ശേഷം എത്തി നോക്കിയ ശേഷം വള്ളംകളിയിലേക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. എന്തായാലും നമുക്കറിയാം എക്സാലോജിക്ക് തന്നെയാണ്, ആ ഒരു ഇടപാട് തന്നെയാണ് വാർത്തകളിൽ ആദ്യം തന്നെ ഇടം പിടിക്കുന്നത്. കാരണം നമുക്കറിയാം വീണയ്ക്ക് പിന്നാലെ മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നുള്ള ഒക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ? എക്സാലോജിക് CMRL ഇടപാടിൽ വീണ വിജയന് പിന്നാലെ മുഹമ്മദ് റിയാസിനെയും ഇടി ചോദ്യം ചെയ്യുമെന്നുള്ളൊരു സൂചനകളാണ് വരുന്നത്. റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് സമൻസ് അയച്ചേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. റെയ്ഡിൽ കണ്ടെത്തിയ ഹവാല ഇടപാടിന്റെ വിവരങ്ങൾ വിശദ പരിശോധന നടത്തുകയാണ്. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന ഉടൻ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അൺഫിറ്റ് ഡിസൂസ ഉണ്ട്. അൺഫ്ലീറ്റിനോട് തന്നെ ചോദിക്കാം. അൺഫ്ലീറ്റ്, വീണ വിജയന് പിന്നാലെ ഭർത്താവും മുൻ മന്ത്രിയും കൂടിയായ മുഹമ്മദ് റിയാസിലേക്കാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം എത്തുന്നത്. എങ്ങനെയാകും ED കൂടുതൽ കുരുക്ക് മുറുക്കുക? എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആദ്യം തന്നെ റിയാസിലേക്ക് സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു സൂചന മണത്തിരുന്നു പാർട്ടിയൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇത് റിയാസിനെ കുരുക്കാനുള്ള നീക്കം എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പാർട്ടി ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ പ്രതിരോധം തീർക്കും, രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടും തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. എന്തായാലും അത് എങ്ങനെയാകും പാർട്ടിനെ നേരിടുന്നത് എന്നും കണ്ടറിയേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള അത് രാഷ്ട്രീയപരമായിട്ട് കൂടി ഈ വിഷയം മാറുകയാണ് എന്നുള്ളതാണ്. പിണറായി വിജയനിലേക്ക് ഇനി എത്തുമോ എന്ന തരത്തിൽ ആദ്യമേ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് റിയാസിലേക്ക് പിന്നെ വാർത്ത പോവുകയായിരുന്നു. അൺഫിൽട്ട് ചേരുകയാണ്. അൺഫിൽട്ട് നേരത്തെ ചെറിയൊരു തിരക്കിലായിരുന്നു. അൺഫിൽട്ട്, നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ മുഹമ്മദ് റിയാസിലേക്ക്
അന്വേഷണം വരുമോ എന്നുള്ള സൂചനകൾ അന്ന് സുഹൃത്തുക്കളുടെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോഴേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ പോകുന്നു എന്നതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കുരുക്ക് കൂടുതൽ മുറുക്കുകയല്ലേ ഇ ഡി? ഗുഡ് മോർണിംഗ് ശ്രീജ, അശ്വതി. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമാകുന്നത്. എക്സാലോജിക് CMR ഇടപാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് ഇ ഡി. കാരണം ഈ അന്വേഷണം വീണ വിജയനിലെ 2 തവണയാണ് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചത്. അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു തന്നെയാണ് അന്ന് ഇ ഡി അയച്ചത്. ഈ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് ഈ വീണ വിജയനെ നിരന്തരം ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും സംശയിച്ചത് ഇനി വീണ വിജയനിൽ നിന്ന് മുഹമ്മദ് റിയാസ്, പിണറായി വിജയൻ എന്നീ ഘടകങ്ങളിലേക്കാകും അടുത്ത് എത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിലേക്ക് എത്തുമ്പോഴേക്കും രാഷ്ട്രീയമായ പ്രതിരോധമൊക്കെ തീർക്കുകയാണ് പാർട്ടി. പക്ഷേ അതേസമയം ഇത്രയും നാൾ രാഷ്ട്രീയമായി ഇത് നേരിടുകയും അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായ ആക്രമണമാണ് വീണയ്ക്ക് നേരെ നടന്നത് എന്നായിരുന്നു CPM പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷേ ഓരോ ദിവസവും ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തുന്നത് അത്രയേറെ ഞെട്ടിക്കുന്ന ഗുരുതരമായ തെളിവുകളും ഒക്കെയാണ്. ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ള തെളിവുകളാണ് കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ റെയ്ഡുകളിൽ നിന്ന് കണ്ടെത്തിയത് ഹവാല ഇടപാടുകൾ അടക്കമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളത് വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇനി അടുത്ത തവണ ഇ ഡിയുടെ ഇനി അടുത്തുള്ള നീക്കമെന്ന് പറയുന്നത് ഈ കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിൽ നിന്ന് കണ്ടെത്തിയ പരിശോധനകൾ അത്യന്തം ഗൗരവതരമാണ്. അവിടേക്ക് എത്തുന്നതിന് പോലും കാരണമായത് മെയ് 27 തിരുവനന്തപുരത്ത് വീണ വിജയന്റെ വസതിയിൽ നടത്തിയ റെയ്ഡാണ്. ആ റെയ്ഡിൽ നിന്ന് ഡയറി അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെത്തിയിരുന്നു. ആ ഡയറിയിലാണ് ഈ ഹവാല ഇടപാടുകൾ സംബന്ധിച്ച് എല്ലാം വ്യക്തമായി പറയുന്നത്. 85 ലക്ഷം രൂപ ദുബായിലേക്ക് അയച്ചതടക്കം. ഇതാണ് ഹവാല ഇടപാടെന്ന് ഇ ഡി സംശയിക്കുകയും ഇ ഡി അങ്ങനെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. കാരണം ആർക്ക് വേണ്ടിയാണ് വീണ ദുബായിലേക്ക് അയച്ചത്, എന്തിനു വേണ്ടിയാണ് അയച്ചത്, ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് എത്തി നിന്നത്. അപ്പോൾ ഈ കോഴിക്കോട് 2 ദിവസം നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ ഈ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് സമൻസ് അയച്ച് അവരെയും വീണ്ടും മൊഴിയെടുക്കാനായി വിളിപ്പിക്കാനാണ് നീക്കം. അതിന് ഏറ്റവും ഒടുവിൽ ഏറ്റവും അടുത്ത ഘട്ടം എന്ന രീതിയിൽ മുഹമ്മദ് റിയാസിലേക്ക് എത്തുന്നു. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനൊക്കെ വിളിക്കുമ്പോൾ കടുത്ത പ്രതിരോധത്തിലാവുന്ന CPM അതിന് രാഷ്ട്രീയമായി നേരിടാൻ ഇതിന്റെ ഭാഗമായി നാളെ കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗം CPM വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പങ്കെടുക്കുകയും ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ശരി, എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കുരുക്കുമുറുക്കുകയാണ് ഇ ഡി. കാരണം നമുക്കറിയാം നേരത്തെ വീണ വിജയന്റെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഒക്കെ ഇ ഡി എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ പാർട്ടി കേസ് ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിൽ ഇപ്പോൾ ഇനി പുതിയ കേസ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് പക്ഷേ ഒരു കൂടുതൽ തെളിവുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് ഇത് എങ്ങനെ പ്രതിരോധിക്കാനാകും, അല്ലെങ്കിൽ പ്രതിരോധിച്ചാൽ പാർട്ടി തന്നെ വിട്ടിലാകുമോ എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മളിനി പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്. നമുക്കറിയാം വളരെയധികം വിവാദമായ ഒരു കേസ്. ഇപ്പോൾ അറിയേണ്ടത് നമ്മൾ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും അല്ലേ? ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും A അജികുമാറിന്റെയും ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുകയാണ്. ഇരുവർക്കുമെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ശക്തമായ വാദം നിരത്തുന്നുണ്ട്. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. 2019 ശബരിമല സ്വർണ്ണ കവർച്ചയുമായി PS പ്രശാന്തിനും A അജികുമാറിനും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് ജാമ്യാപേക്ഷയുടെ വിചാരണവേളയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇരുവരുടെയും ബന്ധത്തിലെ ദുരൂഹത, ഫോൺ രേഖകൾ, നേരിട്ടുള്ള ബന്ധം, ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ നൽകിയ അനുമതി തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. സ്വർണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് വ്യാജകരാർ തയ്യാറാക്കിയതിലും പ്രതികൾക്ക് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. 2025 സ്വർണ്ണക്കവർച്ച മൂടിവെക്കാൻ ശ്രമം നടന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൂലൈ 23 പ്രത്യേക അന്വേഷണ സംഘം ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത അന്വേഷണ സംഘം പ്രതികൾക്കെതിരെ കൂടുതൽ തെളിവുകളും ശേഖരിച്ചു. നിലവിൽ ഇരുവരും റിമാൻഡിലാണ്. ഓഗസ്റ്റ് 19 വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ സെപ്റ്റംബർ 1 വരെയാണ് റിമാൻഡ് ചെയ്തത്. ഇതിനിടെയാണ് ജാമ്യാപേക്ഷയിലും വാദം പൂർത്തിയായത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാട്. എന്നാൽ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും റിമാൻഡിൽ കഴിയുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യം തേടിയത്. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് വിജിലൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഏറെ വിവാദമായ പാലത്തായി കേസ് നമുക്കറിയാം. ആ കേസ് ശിക്ഷിക്കപ്പെട്ട പ്രതി പത്മരാജൻ ഇന്ന് പുറത്തിറങ്ങുകയാണ്.
അതെ, ഈ പെൺകുട്ടിയുടെ മൊഴികളിൽ ഉണ്ടായ ഒരു വൈരുദ്ധ്യമാണ് ഇത്തരത്തിൽ പത്മരാജന് ജാമ്യം ലഭിക്കാനുള്ളൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് രാജേഷാണ് ചേരുന്നത്. അഡ്വക്കേറ്റ് രാജേഷ്, ഈ പറഞ്ഞതുപോലെ എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട് എന്ന് അധ്യാപകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നതും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? അപ്പീലിൽ ഉള്ള ജാമ്യമാണ്. അപ്പീൽ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗീതാനന്ദനൊക്കെ കോടതി അപ്പീൽ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം നൽകിയതുപോലെ ഇത്രയും പ്രമാദമായ ഈ കേസിൽ അപ്പീൽ പരിഗണിച്ചപ്പോൾ തന്നെ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ വിചാരണ കോടതിയുടെ ഉത്തരവിൽ അപാകതയുണ്ട്, തെളിവുകൾ പരിശോധിച്ചിരിക്കുന്നത് ശരിയല്ല, ഈ കുട്ടിയുടെ മൊഴി തന്നെ പലപ്പോഴും പരസ്പര വിരുദ്ധമാണ്, ഇത്രയും ഒരു വലിയ കേസ്, അതായത് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു കേസാണ്. അപ്പൊ ആ കേസിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഈ മൊഴി വിലയിരുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ നിഗമനം. അങ്ങനെ പ്രാഥമികമായി തന്നെ നോക്കുമ്പോൾ ഈ കേസിൽ അപാകതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് അത്തരം കേസുകൾക്കാണ് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയൊക്കെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് അപ്പീൽ ജാമ്യം നൽകുക. ഇപ്പോഴും അത് തന്നെയാണ്, താൽക്കാലികമായിട്ട് ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് അപ്പീൽ ജാമ്യം നൽകിയിരിക്കുകയാണ്. അതിലെ നിരീക്ഷണങ്ങളാണ് ഈ കാര്യത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്കൂളിന്റെ ആ ഭാഗം, അതായത് ശുചിമുറിയുടെ അങ്ങോട്ട് പോകുമ്പോൾ പലതവണ പീഡിപ്പിച്ചു എന്നാണ് കുട്ടിയുടെ മൊഴി. പലതവണ ഇതിന് സംഭവിക്കാൻ സാധ്യതയില്ല അതിന്റെ സാഹചര്യം, കാരണം എപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ കാര്യമൊന്നും വിചാരണ കോടതി വ്യക്തമായിട്ട് വിലയിരുത്തിയിട്ടില്ല. ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യം, അതിൽ സംഭവിക്കാനുള്ള പോസിബിലിറ്റി, സാധ്യത, ഇതൊന്നും വിലയിരുത്താതെയാണ് ഇത്രയും വലിയൊരു ശിക്ഷ ലഭിച്ചത്. ഇതിൽ പ്രധാനമായി പറയേണ്ടത് ഈ ഇപ്പോഴത്തെ DGP ആയ S. ശ്രീജിത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ പോലുള്ളൊരു വീഡിയോ വരെ പുറത്തിറങ്ങിയിരുന്നു. ഇത് വെറുതെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ ശിക്ഷിച്ചതുപോലെയാണ് തോന്നിയത് എന്നുള്ള രീതിയിൽ ഇതിലെ തെളിവുകളുടെ അഭാവങ്ങളെല്ലാം നിരത്തി അദ്ദേഹം ഒരു വീഡിയോ തന്നെ നേരത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കോടതിയുടെ വിലയിരുത്തലും അതിന് സമാനമായി വരികയാണ്. കോടതി ഈ കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ ഉത്തരവിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് പത്മനാഭന് ജാമ്യം നൽകിയത്. ശരി രാജേഷ്, എന്തായാലും പാലത്തായി കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പത്മരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ ഇന്നിപ്പോൾ പുറത്തിറങ്ങും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ചിലപ്പോഴൊക്കെ നിയമത്തിന്റെ പഴുതുകൾ അത്രയും പ്രതികൾക്കും അനുകൂലമായിരിക്കുമെന്നുള്ളതാണ് ഇത്തരം കേസുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ ശ്രീജ? തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട നിരവധി പേർ ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് ഇന്നും ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ടില്ല എന്നത് ഏറ്റവും ദുഃഖകരമായ വാർത്ത തന്നെയാണ്, അല്ലേ? അതെ, അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത്. പ്രളയക്കെടുതി കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും പത്തനംതിട്ട റാന്നിയിലെ ദുരിതബാധിതർക്ക് വാഗ്ദാനം ചെയ്ത സർക്കാർ ധനസഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി വരുന്നു. മിന്നൽ പ്രളയത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ട വ്യാപാരികളും നാട്ടുകാരും ഇപ്പോഴും പൂർണ്ണമായും കരകയറാനാകാതെ പ്രതിസന്ധിയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടം നേരിട്ട വ്യാപാരികളോട് പലിശയ്ക്ക് വായ്പ എടുക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നത് തങ്ങളെ കൂടുതൽ കടക്കണിയിലാക്കുകയാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. ജൂലൈ 31-നുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിമിഷങ്ങൾ കൊണ്ടാണ് പത്തനംതിട്ട റാന്നി ടൗണും സമീപ പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായത്. 300ഓളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് അന്ന് വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായത്. ദുരന്തം നടന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇവിടുത്തെ വ്യാപാരികൾക്കും വീട്ടുകാർക്കും ആശ്വാസമാകേണ്ട സർക്കാർ സഹായങ്ങൾ ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് പരാതി. ഇവിടെ മുഖ്യമന്ത്രി വന്ന് കണ്ട് നമുക്ക് 10,000 രൂപ അടിയന്തര സഹായം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് പോയി. പിറ്റേ ദിവസം മന്ത്രിസഭ കൂടി 10,000 രൂപ ഉടനടി പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യാനും മറ്റും 10,000 രൂപ അടിയന്തരമായി പ്രഖ്യാപിച്ചതാണ് മന്ത്രിസഭയിൽ. പക്ഷേ നാളിതുവരെയായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഓരോ വ്യാപാരിക്കും അടിയന്തര ആശ്വാസമായി 10,000 രൂപ വീതം നൽകുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ഈ തുച്ഛമായ തുക പോലും ലഭിക്കാതെ വ്യാപാരികൾ ദുരിതത്തിലാണ്. ജീവിത സമ്പാദ്യം മുഴുവൻ ഒലിച്ചുപോയവർക്ക് മുന്നിൽ ഇപ്പോൾ അടഞ്ഞ വാതിലുകൾ മാത്രമാണുള്ളത്. എൻ്റെ കട മൊത്തം പോയി. എനിക്കൊരു 24 ലക്ഷം രൂപയ്ക്കകത്ത് നഷ്ടമുണ്ട്. ഒരു ആൾക്കാർ പോലും എൻ്റെ കട തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാവങ്ങൾ നാട്ടുകാരല്ലാതെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സാധനം ഇപ്പോഴും ഞാൻ വാരിക്കൊണ്ടിരിക്കുക, തള്ളയ്ക്കകത്ത് ഞാൻ വാരിക്കൊണ്ടിരിക്കുക. ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിട്ടും കുറച്ച് പേപ്പർ തരാൻ പറഞ്ഞു. എനിക്ക് ആ 10,000 വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പേപ്പർ മടക്കിക്കൊണ്ട് വന്നു. വലിയ നാശനഷ്ടം സംഭവിച്ചവർക്ക് പുതിയതായി ബിസിനസ് തുടങ്ങാനോ സ്ഥാപനങ്ങൾ പുനരുദ്ധരിക്കാനോ മാർഗമില്ല. സർക്കാർ സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് പകരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ പലിശയ്ക്ക് വായ്പയെടുക്കാനാണ് അധികൃതർ നിർദ്ദേശിക്കുന്നതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. മണൽ വാരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവശ്യം. പിന്നെ സംസ്ഥാന സർക്കാർ വ്യാപാരികൾക്ക് ഈ നാശനഷ്ടം കണക്കാക്കിക്കൊണ്ട്
നല്ല രീതിയിലൊരു സഹായം ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾ മുഴുവൻ കഷ്ടത്തിലാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അടിയന്തര ധനസഹായം ഉടൻ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളായി ഒതുങ്ങുമ്പോൾ ജീവനോപാധി കണ്ടെത്താൻ പാടുപെടുകയാണ് റാന്നിയിലെ വ്യാപാരികൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശ്രീജ, നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തകളുടെ ചൂടുണ്ടെങ്കിലും ഇന്ന് ഓരോ കണ്ണുകളും പുന്നമട കായലിലേക്കാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ ഒരു ആവേശം, കേരളത്തിൻ്റെ ആവേശം, മലയാളികളുടെ മൊത്തത്തിലുള്ള ആവേശം, ആലപ്പുഴയിലെ ആവേശം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പുന്നമടക്കായിൽ നിന്ന് ആവേശ തിരയിളക്കമാണ്. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരാണ് മുഖ്യ അതിഥികളായിട്ട് എത്തുന്നത്. 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി ആവേശപ്പോരിൽ തുഴയെറിയുന്നത്. ആലപ്പുഴ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥും KK പ്രശാന്തും ഉണ്ട്. നമുക്ക് ആദ്യം രണ്ടുപേരും കൂടെ ചോദിക്കാം. അജയ്, പ്രശാന്ത്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ആവേശം മാത്രമല്ല, ഇത് കേരളത്തിന്റെ ഒന്നാകെയുള്ള ഒരു ആവേശം തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം, എത്രത്തോളം ആവേശം ആലപ്പുഴയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പുതിയ ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആവേശത്തിന് ഒത്തിരി മാറ്റു കൂടുതലായിരിക്കില്ലേ? ഷിജ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും സൂചിപ്പിച്ചോളം തന്നെ ആലപ്പുഴയ്ക്ക് ഇന്ന് ആഘോഷത്തിന്റെ ദിനമാണ്. ആലപ്പുഴ പുന്നമട എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ട് ഒരു ആരാധകരുടെ അല്ലെങ്കിൽ ഈ ചുണ്ടൻവള്ള പ്രേമികളുടെ വലിയ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പൂർണ്ണ അർത്ഥത്തിൽ പുന്നമട കായൽ ഇന്നത്തെ ആഘോഷപൂരത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിനുള്ള ഒഫീഷ്യൽസിന് സഞ്ചരിക്കാനുള്ള ബോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പവലിയൻ, നെഹ്റു പവലിയൻ ഉൾപ്പെടെയുള്ള അവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ടെന്നുള്ളതാണ്. ഒപ്പം തന്നെ റോസ് പവലിയനിലും അതിനുള്ള കസേര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ റെഡിയായി. കാണികൾക്ക് ഇരിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു മാസം മുമ്പ് തന്നെ. അതായത് ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഈ പവലിയന്റെ ഒരു ശോചനീയാവസ്ഥ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ താൽക്കാലികമായ ഒരു ക്രമീകരണം ഈ പവലിയനുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ വള്ളംകളി പ്രേമികൾക്ക് ഇവിടെ വന്നിരുന്ന് സമാധാനപരമായി ഈ വള്ളംകളി കാണുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ ആവശ്യത്തിലേക്ക് പുന്നമട മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം KK പ്രശാന്ത് കൂടെ എന്നോടൊപ്പം ഉണ്ട്. എന്താണ് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പഴയകാല ഓർമ്മകൾ, അല്ലെങ്കിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്താ ഇപ്പോഴത്തെ ആ ഒരു വൈബ്? അജയ്, ഏതായാലും വലിയ ആവേശം, ഒരു ആർപ്പുവിളികളുമായിട്ട് എല്ലാവരും എത്തുന്നതാണ്. ഇപ്പൊ ഞാനിന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എത്തുകയാണ് ഇവരെല്ലാവരും. പക്ഷേ ആലപ്പുഴക്കാരെ സംബന്ധിച്ച്, ഏറ്റവും പ്രത്യേകിച്ച് കുട്ടനാടുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഉത്സവമാണ് എല്ലാ കാലത്തും ഈ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടനാട്ടിലുള്ള ആളുകൾ പലതലത്തും വിദേശത്തേക്ക് പോയിട്ടുള്ളവരാണ് നിരവധി. അവരെല്ലാം തന്നെ തിരിച്ചെത്തുന്ന സമയമാണ്. അത് ഓണാഘോഷത്തിന് അപ്പുറത്തേക്ക് അവരെത്തുന്ന ഒരു സമയമായി തന്നെയാണ് പലപ്പോഴും ഇത് കാണുന്നത്. അങ്ങനെ എല്ലാം അവരുടെ സുഹൃത്തുക്കൾ വരും. അങ്ങനെ അവരെ സംബന്ധിച്ച വീടുകൾ, ഇന്ന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കുട്ടനാട്ടിലെ വീടുകളിൽ നിന്ന് എവിടെ ചെന്നാലും എല്ലാവർക്കും ഭക്ഷണം കിട്ടും. അതാണ് ഏറ്റവും പ്രത്യേകത. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഉത്സവത്തിന് ചെന്നാൽ ആ ഒരു രീതിയിലേക്കാണ് ഇത് വരുന്നത്. പിന്നെ വള്ളംകളിയുടെ ഒരു ആവേശത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായും ഇത്തവണ ആര് കപ്പടിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ കാരിച്ചാലാണോ, നിരണംചുണ്ടനാണോ, അതുപോലെ തന്നെ വിയപുരമാണോ, ഇങ്ങനെ വലിയ വാശിയേറിയ പോരാട്ടത്തിന്. വിയപുരത്തിന്റെ കാര്യം, വിയപുരമാണ് കഴിഞ്ഞ തവണ കപ്പ് ഉയർത്തിയത്. ആ വിയപുരം ഇത്തവണ തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. ഒപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള വലിയ ടീമുകളുണ്ട്. ഇങ്ങനെ എല്ലാവരുണ്ട്. പുതിയ ചുണ്ടൻ വള്ളങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അജയ്, ഒരുപക്ഷെ ആലപ്പുഴയിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ വള്ളത്തിന്റെ പുറകെ, ഒപ്പം തന്നെ തുഴക്കാരുടെ പുറകെ നടന്നുകൊണ്ട് എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു എത്രത്തോളം വള്ളങ്ങൾ എത്തുന്നുണ്ട്, പുതുതായിട്ട് പുതിയ വള്ളങ്ങളുടെ ഒരു അവരുടെ ആവേശം എങ്ങനെ, എത്രത്തോളമാണ്? സൂചിപ്പിച്ചോടെ തന്നെ ഈ പുതിയ വള്ളങ്ങളുടെ വരവാണ് ഇത്തവണത്തെ മത്സരം കടുപ്പിക്കുന്നത്. അതായത് അരോമ ചുണ്ടനാണ് അതിൽ ഏറ്റവും പ്രധാനി. കഴിഞ്ഞ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ 1ാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. ആ വള്ളം ഇക്കുറിയും എത്തുന്നുണ്ട്. അത് ഈ നെഹ്റു ട്രോഫിക്ക് എത്തുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ വള്ളം ഈ നെഹ്റു ട്രോഫിയിൽ എത്തുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാന കാര്യം. മാസങ്ങൾ നീണ്ട പരിശീലനമുണ്ട്, വലിയ ഒരു തയ്യാറെടുപ്പ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ശക്തമായ മത്സരം ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്ന് 5 വള്ളങ്ങളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. അങ്ങനെ കഴിഞ്ഞ തവണത്തെക്കാൾ വ്യത്യസ്തമായി കഴിഞ്ഞ
തവണ 21 വള്ളങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 22 വള്ളങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ ആവേശം എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വലിയ ആവേശത്തിലേക്ക് പുന്നമട മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീ പാർന്ന പോരാട്ടം തന്നെ നടക്കും. 3 ഹീറ്റ്സുകൾ പ്രധാനപ്പെട്ട ഹീറ്റ്സുകളാണ്. ആ 3 ഹീറ്റ്സുകളിൽ ഈ മരണ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ ഈ ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് 3 ഹീറ്റ്സ് ആണുള്ളത്. ആ 3 ഹീറ്റ്സുകളിൽ ശക്തമായ മത്സരം ഉണ്ടാകും. 6 ഹീറ്റ്സ് ആണ് മൊത്തത്തിലുള്ളത്. അതിൽ 3 ഹീറ്റ്സിൽ ശക്തരായിട്ടുള്ള വള്ളങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും വലിയ ആവേശത്തിൽ പുന്നമട മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ ആ ഒരു ആഘോഷത്തിന്റെ നിമിഷങ്ങളായി തന്നെ മാറുകയാണ്. അതാണ് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും വള്ളംകളി ആവേശം പള്ളാത്തുരുത്തി ഒരുപക്ഷെ, കാരണം നമുക്കറിയാം 2018 മുതൽ ഇങ്ങോട്ട് ഹാട്രിക് വിജയങ്ങൾ നടന്നു. ഒരുപക്ഷെ ഇതിനു മുൻപ്, അതായത് ഈ കഴിഞ്ഞ തവണ കൂടി കപ്പടിച്ചിരുന്നതിൽ അടുത്ത ഹാട്രിക്, ഡബിൾ ഹാട്രിക് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതായിരുന്നു. പക്ഷെ പള്ളാത്തുരുത്തി ഇത്തവണ വീണ്ടും അതേ വള്ളത്തിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അതേ വള്ളത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇറങ്ങുന്നു. അവർ പറയുന്നത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. വിയ്യപുരം നമുക്കറിയാം, വില്ലേജ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിയ്യപുരം എത്തുന്നത്. ഇങ്ങനെ അതായത് പുതിയ ബോട്ട് ക്ലബ്ബുകൾ ഉണ്ടാകുന്നു. കൊല്ലത്തും കോട്ടയത്തും, നേരത്തെ അജയ് സൂചിപ്പിച്ച പോലെ കൊല്ലത്തും കോട്ടയത്തും ആലപ്പുഴയും ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്ന് പുതിയ തുഴക്കാരെ എത്തിച്ചുകൊണ്ട് മാസങ്ങൾ നീണ്ട പരിശീലനമാണ്. അത് കഠിന പരിശീലനമാണ്. പുലർച്ചെ എണീക്കണം, ഒപ്പം തന്നെ അവരുടെ ഭക്ഷണക്രമമുണ്ട്. അങ്ങനെ എല്ലാ പരിശീലനങ്ങളും പൂർത്തിയാക്കിയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ തുഴച്ചിലുകാർ ഇവിടേക്ക് എത്തുന്നത്. ഓളപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് അതൊരു ആവേശത്തിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ആദ്യം ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരമാണ്. ഇരുട്ടുകുത്തി, വെപ്പ്, അതുപോലെ ഓടി, തെക്കരോടി, ഇങ്ങനെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരവും നടക്കും. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഉദ്ഘാടന സമ്മേളനം. അതിനുശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ, അതിന് മാസ്റ്ററിലുണ്ട് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ, ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കുന്നത്. നേരത്തെ അജയ് സൂചിപ്പിച്ച പോലെ 6 ഹീറ്റ്സ് ആണ്. അതിൽ 4 ഹീറ്റ്സിൽ 4 വള്ളങ്ങൾ വീതം മത്സരിക്കും. അവസാന 5-6 ഹീറ്റ്സിൽ 3 വള്ളങ്ങൾ വീതമാണ്. ഏതായാലും വലിയൊരു ആവേശത്തിലേക്ക് പുന്നമട, അതുപോലെ തന്നെ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങൾ, കുട്ടനാട്, അതുപോലെ തന്നെ മറ്റു മേഖലകൾ, അമ്പലപ്പുഴയും കുട്ടനാടും ഒപ്പം തന്നെ കൈനകരിയൊക്കെയാണ് ഈ ആവേശത്തിന്റെ ഒരു അവസാന കൊടുമുടിയിലേക്ക് എത്തുന്ന ആളുകൾ. ഇനി എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെയൊക്കെ നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം അതിനുവേണ്ടി തയ്യാറെടുത്താണ് ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന കോട്ടയം, കുമരകം മേഖലകളിലുള്ള മുഴുവൻ ആളുകളും എത്തുന്നത്. അവർ വലിയ ആവേശത്തോടുകൂടി തന്നെ ഈ പുന്നമടയിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു നേരത്തെ സൂചിപ്പിച്ച പോലെ മണിക്കൂറുകൾ മാത്രം. ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജലനിരപ്പുകളിൽ, ഓളപ്പരപ്പുകളിൽ അതിനെ കീറി മുറിച്ചുകൊണ്ട് വലിയ ആവേശത്തോടുകൂടി ചുണ്ടൻ വള്ളങ്ങൾ കുതിച്ചുപായും. തീർച്ചയായും ആലപ്പുഴക്കാരാണ് പ്രശാന്തും അജയ്നാഥും. ആ ഒരു ആവേശം അവരുടെ വാക്കുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചിലെ തൊട്ടേ വള്ളംകളി കാണുന്നതല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു ആവേശം എന്തായാലും അവരുടെ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു ചരിത്രം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അല്ലേ. എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പിന്നിലെ ചരിത്രം? അത് നോക്കിയാലോ നമുക്ക് അറിയേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ പേരിൽ ആരംഭിച്ച ഈ ജലമേളയ്ക്ക് ഇന്ന് പ്രായം 72 ആണ്. എന്നാൽ ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ പിറവികൾക്ക് പിന്നിൽ ഒരു യുദ്ധത്തിന്റെയും തടവറകളുടെയും അതിനെല്ലാം ഉപരിയായി ഒരു തച്ചന്റെ കരവിരുതിന്റെയും കൗശലത്തിന്റെയും ചരിത്രം കൂടിയുണ്ട്. ഇന്ന് പലരും വിസ്മരിക്കുന്ന ആലപ്പുഴ കൊടുന്നപ്പുഴയിലെ വെങ്കിട്ടയിൽ നാരായണൻ ആചാരി എന്ന ദേവനാരായണൻ ആചാരിയുടെ കഥ. നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലം, കായംകുളം ചെമ്പകശ്ശേരി നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. ചെമ്പകശ്ശേരി രാജാവിൻ്റെ വിജയത്തിനാധാരമായത് ജലവാഹനം പണിതു നൽകിയ തച്ചൻ്റെ കരവിരുത്. 100ഓളം പടയാളികൾക്ക് കയറാനാകാമായിരുന്ന ആ ജലവാഹനമാണ് പിൽക്കാലത്ത് നാം ഇന്ന് കാണുന്ന ചുണ്ടൻ വള്ളമായി പരിണമിച്ചത്. ചെമ്പകശ്ശേരിയുടെ പടക്കപ്പൽ ആശാരിയുടെ നാടായ കൊടുപ്പുന്നക്കാർക്ക് രാജാവ് ഉപഹാരമായി നൽകി. വെങ്കിട്ടനാരായണൻ ആശാരി ഈ പടക്കപ്പലിൻ്റെ രൂപവും ഭാവവും മാറ്റിയതോടെ അങ്ങനെ ആദ്യത്തെ ചുണ്ടൻ വള്ളവും പിറന്നു. പടക്കപ്പൽ വേണം, അത് ഡിസൈൻ ചെയ്യാനായിട്ട് അമ്പലപ്പുഴയുടെ രാജാവിൻ്റെ പരിധിയുള്ള കുറേയേറെ വിശ്വർണ്ണ ആൾക്കാരെ വിളിച്ചിരുന്നു. അതിൽ ഈ ദേവനാരായൺ എന്ന് പറയുന്ന ഇവിടുത്തെ ആളാണ് ഡിസൈൻ ചെയ്തത്. ഡിസൈൻ ചെയ്യുന്നതിനകത്ത് പ്രധാന പടക്കുമ്പലിനകത്ത് പീരങ്കി വിറ്റിയാണ് സംവിധാനങ്ങൾ. പീരങ്കി ഉണ്ടെങ്കിൽ വെടിവെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ പീരങ്കി ഉപയോഗിച്ച് ചെയ്തതാണ് ഈ ഇപ്പോഴത്തെ കാണുന്ന ചുണ്ടൻ വള്ളം എന്ന് പറയുന്ന പടക്കപ്പൽ. അതിനുശേഷം രാജാവ് ജയിച്ചപ്പോഴത്തേക്ക് മറ്റൊരു സെയിം പടക്കപ്പൽ വേണമെന്ന് കായംകുളം രാജാവിന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമല്ലല്ലോ. അതൊന്ന് ഹൈജാക്ക് ചെയ്തിട്ട് പുള്ളിയെ കൊണ്ടുപോയിട്ട് കായംകുളത്ത് കൊണ്ടുപോയിട്ട് ഇതേ രീതിയിലാണ് പണിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അതേ രീതിയിൽ എല്ലാ ടെംപ്ലേറ്റ് മട്ടം വ്യത്യാസം ആരും പറയേണ്ട ആവശ്യമില്ല. വന്നപ്പോഴത്തേക്ക് യുദ്ധം വീണ്ടും 1602 തുടങ്ങിയപ്പോഴത്തേക്ക്
ഈ അമ്പലപ്പുഴ രാജാവിൻ്റെ പീരങ്കി പൊട്ടുമ്പോഴത്തേക്ക് ജമ്പ് ചെയ്യും. അതേസമയം കായംകുളം രാജാവിൻ്റെ പീരങ്കി വെക്കുമ്പോഴത്തേക്ക് റിവേഴ്സ് പുറകോട്ട് വരില്ല. അങ്ങനെ വീണ്ടും പരാജയം ഉണ്ടായി. അന്ന് രാജാവ് കൊടുത്ത സമ്മാനമാണ് ദേവനാരായണൻ. ദേവനാരായണൻ രാജാവായിരുന്നു. ആ ദേവനാരായണൻ്റെ പേരാണ് ദേവനാരായണൻ്റെ പേര് കൊടുത്തു. ഇതുകൂടാതെ അന്ന് ഒരു വീരശൃംഖല കൊടുത്തു എന്നാണ് പറയുന്നത്. ദേവനാരായണൻ എന്ന പേര് നൽകി രാജാവ് തച്ചനെ ആദരിച്ചു. പിന്നീട് ദേവനാരായണൻ ആചാര്യയുടെ പിന്മുറക്കാരനായ കോഴിമുക്ക് നാരായണനാചാര്യാണ് പേരുകേട്ട പല ചുണ്ടൻ വള്ളങ്ങൾക്കും ജന്മം നൽകിയത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനായ സാബു ആചാര്യാണ് നാം കാണുന്ന പല ചുണ്ടൻ വള്ളങ്ങളുടെയും ശില്പി. എന്നാൽ കാലക്രമേണ വള്ളംകളിയുടെ കെട്ടിലും മട്ടിലും മാറ്റങ്ങൾ വന്നതോടൊപ്പം ഈ ചരിത്രവും പലരും മറന്നു. ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഉടുപ്പിനയിൽ നിന്ന് നാരായണാചാര്യ വെങ്കടനാരായണാചാര്യയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ ചുണ്ടൻവള്ളത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പൊതുവെ അത്ര പരിജ്ഞാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം ഇതേ സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തി ഇതിൻ്റെ പ്രസക്തിയും പഴയ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ ചുണ്ടൻവള്ളത്തിൻ്റെ പ്രസക്തിയും പറഞ്ഞ് ഇതിനെ ഒരു പരിപോഷിച്ചെടുക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ അഭിപ്രായം. ചുണ്ടൻ വള്ളം എന്ന ആശയത്തിലേക്ക് ഉളിയെടുത്ത തച്ചനെ ആരും അന്വേഷിച്ചതേയില്ല. അദ്ദേഹം ആരാധിച്ചു പോന്നിരുന്ന കുടുംബവക ക്ഷേത്രവും ആ ചരിത്രഭൂമിയും ഇന്ന് അവഗണനയുടെ വക്കിലാണ്. അർഹമായ ആദരവ് നൽകി ദേവനാരായണാചാര്യ നൽകിയ സംഭാവനകളെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാവണം. അതാണ് ഇന്ന് ആ നാടിൻ്റെ ആകെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇന്ന് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാവുന്ന മറ്റു വാർത്തകൾ എന്തൊക്കെയാണെന്നും കൂടി അറിയേണ്ടതുണ്ട്. ഇനി റീജിയണൽ റൗണ്ടപ്പിൽ അത് പരിശോധിക്കാം. തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി അൻഫ്രിഡ് ഡിസൂസ, മധ്യ കേരളത്തിലെ വാർത്തകളുമായി കെ പ്രശാന്ത്, വടക്കൻ കേരളത്തിൽ നിന്ന് എം രാകേഷ് എന്നിവരാണ് ചേരുന്നത്. എന്തായാലും ആദ്യം നമ്മൾ പോകുന്നത് അൻഫ്രിഡ് ഡിസൂസയിലേക്കാണ്. അൻഫ്രിഡ്, നമ്മൾ ആദ്യം തന്നെ എക്സാലോജിക്കിൻ്റെ വാർത്തകൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി തെക്കൻ കേരളത്തിൽ മൊത്തത്തിൽ ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? തെക്കൻ ജില്ലകളിൽ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളിൽ ആദ്യം തുടങ്ങുന്നതിന് ആഭ്യന്തരമന്ത്രിയുടെ പരിപാടിയുമായാണ്. ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന പുതിയ ബാച്ചിൻ്റെ പോലീസിൻ്റെ പുതിയ ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് രാവിലെ 8 മണിയോടുകൂടി പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ആരംഭിക്കുന്നു. അതാണ് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം നടക്കുന്ന പരിപാടി. പോലീസ് ട്രെയിനിങ് ക്യാമ്പിലെ പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാർഷിക ചന്തയാണ്. അതായത് ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലെ കാർഷിക ചന്തകൾ ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കൃഷിമന്ത്രി ടി സിദ്ദിഖാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള പരിപാടി പേരൂർക്കടയിലാണ്, കൊടപ്പനക്കുന്നിലാണ് ആ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് കർദിനാൾ മാർ ക്ലിമ്മിസ് ബാവയുടെ മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ, അതിന്റെ സമാപനമാണ് ഇന്ന്. അത് മുഖ്യമന്ത്രി തന്നെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് കൊല്ലത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഈ പ്രധാന വാർത്തകളിൽ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിന്റെ അടക്കം ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിശോധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൊല്ലത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന വാർത്ത അത് തന്നെയാണ്. അതിനപ്പുറത്തേക്കും മറ്റു മന്ത്രിമാർക്ക് തന്നെ പങ്കെടുക്കുന്ന മറ്റു ചില പരിപാടികളും തന്നെ കൊല്ലത്ത് നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം പത്തനംതിട്ടയിലേക്ക് വരുവാണെങ്കിൽ ഇന്നത്തെ ഒരു പ്രധാന ശബരിമല പൂജകൾക്കപ്പുറത്തേക്ക് ജില്ലയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ വികാസങ്ങളിലെ ഒരു പ്രധാനമെന്ന് പറയുന്നത് ഇന്നവിടെ കൊച്ചിപ്പൻ മാപ്പിളയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഇന്ന് അവിടെ എത്തുന്നുണ്ട്. എം സ്വരാജ് നമുക്കറിയാം ദേശാഭിമാനിയിൽ KR അജയൻ കള്ളൻ വിജയൻ വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചത് ഇന്നലെയായിരുന്നു ആ വാർത്ത പുറത്തുവന്നത്. അപ്പോൾ സ്വാഭാവികമായും CPMന്റെ ഇടങ്ങളിൽ നിന്ന് ഒരു പ്രതികരണം വന്നില്ല. ഇന്നൊരു പക്ഷേ എം സ്വരാജ് ദേശാഭിമാനിയുടെ അസിസ്റ്റന്റ് എഡിറ്റർ എന്ന എം സ്വരാജിന്റെ പ്രതികരണത്തിനൊക്കെ ഇന്ന് സാധ്യതയുണ്ട്. ഇതാണ് പത്തനംതിട്ടയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്ന നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും പത്തനംതിട്ടയിലായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് സർക്കാരിൻ്റെ അല്ലാത്ത സംഘടനകളുടെയൊക്കെ പരിപാടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് പ്രധാനമായും ഇന്ന് വിവിധ ജില്ലകളിൽ പല ഭാഗങ്ങളിലായി സംഘടിപ്പിക്കുന്നത്. ശ്രീജ. ശരി അൻഫിൽട്ട, ഇനിയിപ്പോൾ നമ്മൾ മധ്യകേരളത്തിലേക്കാണ് പോകുന്നത് അല്ലേ? മധ്യകേരളത്തിലെ വിശേഷങ്ങളുമായി കെ പ്രശാന്താണുള്ളത്. കെ പ്രശാന്ത്, ഇന്ന് എന്തൊക്കെ ഈ ജില്ലകളിൽ നിന്ന് പ്രതീക്ഷിക്കാം?
ശ്രീജ, അശ്വതി, ഏതായാലും മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ കൊടുത്തത് തന്നെയാണ്. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി തന്നെയാണ്. അതോടൊപ്പം തന്നെ അതാണ് മധ്യകേരളത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യം, പരിപാടി എന്ന നിലയിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലേക്കാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. തൃശ്ശൂരാണ്. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. രാവിലെ അവിടെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷം പൊതുസമ്മേളനമുണ്ട്. പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര് സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ആയി ആരൊക്കെ വരും എന്നുള്ളതാണ്. ചിന്താ ജെറോമിന്റെയും ഒപ്പം തന്നെ ബിജിൻ MLA പേരുകൾ തന്നെ പ്രധാനമായി വരുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ രാഷ്ട്രീയമായി വലിയ തരത്തിൽ ചർച്ച. കാരണം ഇപ്പോൾ പ്രതിപക്ഷത്താണ്, സ്വാഭാവികമായും വലിയ സമരപോരാട്ടങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്ന്, എല്ലാ ജില്ലകളിലും ഓണച്ചന്തകളുടെ ഉദ്ഘാടനമുണ്ട്. ജില്ലകളിൽ പ്രധാനമായും MLA പങ്കെടുത്തുകൊണ്ട് ഓണാഘോഷ പരിപാടികളുണ്ട്. എറണാകുളത്താണെങ്കിൽ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനുള്ള സാധ്യതയാണ് പ്രധാനമായി നിൽക്കുന്നത്. കോട്ടയത്തേക്ക് വരുവാണെങ്കിൽ കോട്ടയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് NSSുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ ഭിന്നതകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സുകുമാരൻ നായർക്കെതിരെ നായർ ഐക്യവേദി രംഗത്ത് വരുന്നൊരു സാധനം. അങ്ങനെ ചില ഭിന്നതകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഇടുക്കിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒന്ന് മഹിളാ മോർച്ചയുടെ ഒരു പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ ഓണാഘോഷ പരിപാടികളും തന്നെയാണ് പ്രധാനമായും ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ളത്. മറ്റൊന്ന്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പറയുന്ന പോലെ ഒരു അവധിക്കാല മൂഡിലേക്ക് കേരളം വരികയാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കുന്നു. ഇടുക്കി ഡാമടക്കം ആ പ്രദേശങ്ങളൊക്കെ തന്നെ അവിടെ കാണുന്നതിനൊക്കെയായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന, വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുന്ന കാര്യത്തിലേക്ക് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകൾ, ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും പൊതുവെ രാഷ്ട്രീയമായി തന്നെ ഉള്ളത് ഈ പറയുന്നത് പോലെ തൃശ്ശൂർ എന്നുള്ള വാർത്തയാണ് രാഷ്ട്രീയമാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ആവേശം, അതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ തന്നെയാണ് പ്രധാനമായും ഉള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ മധ്യകേരളത്തിലും ഒരുപാട് വാർത്തകളുണ്ട്. നമുക്കിനി മലബാർ മേഖലയിലേക്ക് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. KK രാഗേഷ് ചേരുകയാണ് അവിടെ നിന്ന്. രാഗേഷ്, ഈ പറഞ്ഞ പോലെ തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും വാർത്തകൾക്കൊട്ടും മഞ്ഞമില്ല. നമ്മുടെ മലബാർ ഏരിയയിൽ എങ്ങനെയാണ് ഇന്നത്തെ വാർത്തകൾ വരുന്നത് പ്രധാനമായിട്ട്? ശ്രീജ, അശ്വതി, ഗുഡ് മോർണിംഗ്. മലബാറിലും ഈ പറഞ്ഞ പോലെ തന്നെ ഓണാഘോഷത്തിൻ്റെ ഒരു മൂഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് വിവിധ ഇടങ്ങളിലായി ഓണാഘോഷം, ഒപ്പം തന്നെ സർക്കാരിൻ്റെ ഓണച്ചന്തകൾ, അത്തരത്തിലുള്ള പരിപാടികളാണ് കാര്യമായുള്ളത്. ഇതുകൂടാതെ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടെയുണ്ട്. പാലത്തായി കേസ് നമുക്കറിയാം. BJP നേതാവും അധ്യാപകരുമായിട്ടുള്ള പത്മരാജനെ ശിക്ഷിച്ച കേസാണ്. ഈ കേസിനകത്ത് പ്രോസിക്യൂഷൻ്റെ ഒത്തുകളി കൊണ്ടാണ് പത്മരാജന് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കണ്ണൂരിൽ നിന്നും രംഗത്തെത്തിയിട്ടുണ്ട്. പാലത്തായി കേസിൽ പത്മരാജൻ പുറത്തിറങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് കാര്യമായും കണ്ണൂരിൽ നിന്നും എടുത്തു പറയാനുള്ളത്. 1 ലക്ഷം രൂപ, ഒപ്പം തന്നെ 2 ആൾ ജാമ്യത്തിലാണ് പാലത്തായി കേസിൽ പത്മരാജന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി നേരെ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് കാര്യമായുള്ളത് ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇനി എന്തായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ്. നേരത്തെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെമൻസ് അയക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ റെയ്ഡ് നടന്നിട്ടുള്ളത്. ED ഇതിനെ തുടർന്ന് ഇനി എന്തായിരിക്കും നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കാര്യമായി അറിയാനുള്ളത്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇന്നലെ തിരൂരിൽ 2 ദമ്പതികളുമായി ഉണ്ടായിരുന്നു. തിരൂർ പുഴയിൽ മൃതദേഹം ചാക്കിൽ കിട്ടിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. ഈ വിഷയത്തിൽ പോലീസ് ഭർത്താവിനെയാണ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണം എങ്ങോട്ട് നീങ്ങുമെന്നാണ് അറിയാനുള്ളത്. ഇത്തരത്തിൽ മലബാറിൽ കാര്യമായി തന്നെ പരിപാടികളാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ നൽകാനുള്ളത്. ശ്രീജ, അശ്വതി. സമഗ്രമായ വിവരങ്ങളാണ് MM രാഗേഷ് നൽകിയത്. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലെ കാര്യങ്ങൾ അറിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ദേശീയ വാർത്തകൾ അറിയേണ്ടതുണ്ട്. ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. BJPയുടെ പുതിയ ഭാരവാഹി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. പുതിയ ടീമിന്റെ ഭാവി പ്രവർത്തനങ്ങൾ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ യുവാക്കളെ കൂടെ നിർത്താനുള്ള പരിപാടികളും തീരുമാനിക്കും. ഭരണാധികാരി എന്ന നിലയിൽ നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ മോദി അറ്റ് 25 എന്ന പേരിൽ ആഘോഷ പരിപാടികളും ചർച്ച ചെയ്യും. ഇന്ത്യ എല്ലാ മേഖലയിലും കരുത്തോടെ മുന്നോട്ട് കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ 25 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി.
ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നതായും പ്രധാനമന്ത്രി ഇക്കണോമിക് ടൈംസ് കോൺക്ലേവിൽ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്തവരെ സർക്കാർ വഞ്ചിച്ചു എന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ നീങ്ങി വിദ്യാർത്ഥികൾ. സർക്കാർ ആവശ്യമായ വിശദീകരണം കോടതിയിൽ നൽകാത്തതുകൊണ്ടാണ് പരീക്ഷ റദ്ദാക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനെതിരെ വിലക്കുകൾ ലംഘിച്ച് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ രാത്രിയിലും വൻ പ്രതിഷേധം. ജന്തർ മന്ദറിൽ ആർക്കും പ്രതിഷേധത്തിന് അനുമതി നൽകിയിട്ടില്ലെന്നും നിരോധനാജ്ഞ നിലനിൽക്കുന്നതായും ഡൽഹി പോലീസ് അറിയിച്ചിരുന്നു. ദേശീയ വാർത്തകൾ പറഞ്ഞു. ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക്. അന്തർദേശീയം എന്ന് പറയുമ്പോഴേ പശ്ചിമേഷ്യയിൽ എന്തായി എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലോക സമാധാനത്തിന് ട്രംപ് ഉണ്ടാക്കുന്ന ഭീഷണികൾക്ക് ഒട്ടും കുറവില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികൾക്കെതിരെ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായമോ പിന്തുണയോ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താക്കീത് നൽകിയിരുന്നു. ഐക്യരാഷ്ട്രസഭയ്ക്ക് $725 ദശലക്ഷം നൽകാൻ തീരുമാനിച്ചതായി അമേരിക്ക. US കോൺഗ്രസിനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. റോയിട്ടേഴ്സാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. UN അമേരിക്ക നൽകാനുള്ള $100 കോടി കുടിശ്ശികയിൽ ഒരു പങ്ക് തീർപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള നിർണായക നീക്കമായിട്ടാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനത്തിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന ട്രംപ് ഭരണകൂടം സംഘടനയുടെ വിവിധ ഏജൻസികൾക്കുള്ള ഫണ്ട് മുൻപ് വെട്ടിക്കുറച്ചിരുന്നു. അപ്പോൾ ഇനി കായിക വാർത്തകളൊന്നും നോക്കി വരാം അല്ലേ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്നിറങ്ങുകയാണ്. നിലവിലെ 1ാം സീഡായ ചൈനീസ് താരങ്ങളാണ് സെമിയിലെ എതിരാളികൾ. ക്വാർട്ടറിൽ 4ാം സീഡായ ചൈനയുടെ ജിയായി ഫാൻ ഷാങ്ഷു ഷിക്സിയാൻ സഖ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നത്. 14 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസിൽ ഇന്ത്യ ഒരു മെഡൽ ഉറപ്പാക്കുന്നത്. സെമിയിൽ പരാജയപ്പെട്ടാലും ഇന്ത്യക്ക് വെങ്കല മെഡൽ ലഭിക്കും. ഉച്ചയ്ക്ക് 1:30 മുതലാണ് മത്സരം. ഇനി ഹോക്കിയിലേക്കാണ്. ഹോക്കി ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ നെതർലാൻഡ്സിനോട് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ. 2ാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ 2-0 ഇന്ത്യ തോറ്റത്. പെനാൽറ്റി കോർണറിൽ നിന്നാണ് 2 ഗോളുകളും പിറന്നത്. 2ാം റൗണ്ടിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. 2026 ഫിഫ ലോകകപ്പ് ഫൈനൽ പോരാട്ടത്തിന് ശേഷം അർജന്റീന സ്പെയിൻ താരങ്ങൾ തമ്മിലുണ്ടായ വൻ തർക്കത്തിലും സംഘർഷത്തിലും അച്ചടക്ക നടപടിയുമായി ഫിഫ രംഗത്തെത്തിയിരിക്കുകയാണ്. റഫറിയുടെയും അച്ചടക്ക സമിതിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അർജന്റീനയ്ക്ക് 3 കോടി രൂപയാണ് പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മിഡ്ഫീൽഡർ ലിയാൻഡ്രോ പാരഡൈസിന് 10 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും നക്വൽ മോളനയ്ക്ക് 7 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും ഫിഫ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവർക്കും 86 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഓണവിശേഷങ്ങളിൽ ആദ്യമായിട്ട് ആറന്മുള തിരുവോണ വള്ളസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏതുവരെയായെന്ന് നോക്കിയാലോ? തീർച്ചയായും നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോകാം. അന്നദാന പ്രഭുവായ ആറന്മുള പാർത്ഥസാരഥിക്ക് തിരുവോണ സദ്യ ഒരുക്കാൻ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ തുടരുകയാണ്. ചോതിനാളിൽ ആറന്മുളയിൽ നിന്ന് അളന്നു നൽകിയ നെല്ല് കാട്ടൂർ ദേശത്തെ 18 തറവാട്ടുകളിലെ അംഗങ്ങൾ ആചാരപ്രകാരം ഉരലിൽ കുത്തി അരിയാക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നെല്ലുകുത്തൽ ചടങ്ങിന്റെ വിശേഷങ്ങളിലേക്ക്. ഐതിഹ്യപ്പെരുമയുടെ ഭക്തിനിർഭരമായ ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു ഓണം എത്തിച്ചേരുമ്പോൾ ആറന്മുളയപ്പന് തിരുവോണ സദ്യയൊരുക്കാൻ കാട്ടൂർ ഗ്രാമം ഒരുങ്ങിയിരിക്കുകയാണ്. ചോതിനാളിൽ ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും അളന്നു നൽകിയ 51 പറ നെല്ല് കാട്ടൂർ ദേശത്തെ 18 തറവാടുകളിലെ അംഗങ്ങൾ ആചാരപ്രകാരം ഉരലിൽ കുത്തി അരിയാക്കുന്ന ജോലികളാണ് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശാഖം നാൾ മുതൽ ആരംഭിച്ചിട്ടുള്ളത്. 500-ലധികം വർഷങ്ങൾക്ക് മുൻപ് കാട്ടൂരിലത്തെ അന്നത്തെ കാരണവർക്ക് തിരുവാറന്മുളയപ്പൻ സ്വപ്നദർശനം നൽകിയെന്ന ഐതിഹ്യമാണ് ഈ ആചാരത്തിന് പിന്നിൽ. കോട്ടയം കുമാരനല്ലൂരിലേക്ക് താമസം മാറിയെങ്കിലും മങ്ങാട്ട് ഭട്ടതിരി എല്ലാ വർഷവും ഉത്രാടം നാളിൽ കാട്ടൂരിലെത്തി ആചാരങ്ങൾ പാലിച്ചു പോരുന്നു. നെല്ലുകുത്ത് നമുക്ക് ചോതി ദിവസമാണ് അളന്നു തരുന്നത്. വിശാഖം ദിവസം ഞങ്ങൾക്കായിട്ട് അളന്നു തരും. ചോതിയിൽ ആറന്മുളയിൽ നിന്ന് അളന്നു തരും. അത് വിശാഖത്തിൻ്റെ ദിവസം ഇവിടെ അളക്കും. ഇവിടെ അളന്ന് 18 വീട്ടുകാർക്കായിട്ട് വീതം വെക്കും.
വിലമച്ചിട്ട് വിശാഖം മുതൽ ഇവിടെ നെല്ലുകുത്താൻ തുടങ്ങും. തിരുവോണപ്പുലരിയിൽ മധുക്കടവിലെത്തുന്ന മങ്ങാട്ട് ഭട്ടതിരിയെ ക്ഷേത്രഭാരവാഹികളും പള്ളിയോട സേവാ സംഘവും ചേർന്ന് സ്വീകരിക്കും. ഭട്ടതിരി കൊണ്ടുവരുന്ന ദീപം മേൽശാന്തി ഏറ്റുവാങ്ങി ശ്രീകോവിലിലെ കെടാവിളക്കിലേക്ക് പകരും. ഈ വിഭവങ്ങൾ കൊണ്ടാണ് തിരുവോണ സദ്യ തയ്യാറാക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ തൃക്കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഭദ്രദീപം തിരുവോണ ദിവസം രാവിലെ ആറന്മുള കെടാവിളക്കിലേക്ക് പകർന്ന് അവിടുത്തെ പൂജയും കഴിഞ്ഞ് സദ്യയും കഴിഞ്ഞാണ് ഞങ്ങൾ മടങ്ങുന്നത്. ഭട്ടതിരിയാണ് വിളക്ക് കൈമാറുന്നത്. പണ്ടൊരിക്കൽ തിരുവോണത്തോണിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് തോണിക്ക് സംരക്ഷണം ഒരുക്കാൻ ആരംഭിച്ചതാണ് ഇന്നത്തെ പ്രശസ്തമായ ആറന്മുള പള്ളിയോടങ്ങൾ എന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ശ്രീജ, നമുക്ക് ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒത്തൊരുമയുടെ ഒക്കെ ഒരു ആഘോഷമാണ്. നമ്മുടെ ഓണമൊക്കെ ഇന്ന് സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ ആണെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലേ? തീർച്ചയായിട്ടും ഒരു ഒത്തൊരുമയുടെ കഥ തന്നെയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. കോഴിക്കോട് തോട്ടുമുക്കം GUP സ്കൂളിലെ ഓണാഘോഷം ഇത്തവണയും ഒരു നാടിൻ്റെ ഒത്തൊരുമയുടെ ആഘോഷമായി. 2500 പേർ പങ്കെടുത്ത മെഗാ ഓണസദ്യയായിരുന്നു പൊതുവിദ്യാലയത്തിൽ ഒരുക്കിയത്. വിദ്യാലയമുറ്റത്തെ ഓണാഘോഷം നാടൊന്നാകെ ഏറ്റെടുക്കുന്ന അപൂർവ കാഴ്ചയ്ക്കാണ് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂൾ വീണ്ടും സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി ഈ വിദ്യാലയം മെഗാ ഓണസദ്യ നടത്തിവരുന്നുണ്ട്. വ്യാപാരികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, മുൻ ഉദ്യോഗസ്ഥർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. ആദ്യം 500, 1000 അങ്ങനെ കൂടി ഇപ്പോൾ 2500 ആളിലേക്കാണ് ഇപ്പോൾ ഓണസദ്യ എത്തിയത്. എല്ലാ ആളുകളും ഈ ഓണസദ്യയിൽ സജീവമായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കാറുണ്ട്. തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ ഓണസദ്യ ഇത് വലിയൊരു സൽക്കാരത്തിന് വന്ന പ്രതീതിയാണ്. സാധാരണ ഒരു UP സ്കൂളിൽ ഇത്രമാത്രം ജനകീയമായി ഇങ്ങനെ നടത്തുന്നു എന്നുള്ളതൊരു പുതുമയാണ്. ഓണാഘോഷത്തിന് ഗ്രാമം മുഴുവൻ ഒരുമിച്ചെത്തുന്ന കാഴ്ച നാടിന്റെ നന്മയുടെയും സാഹോദര്യത്തിന്റെയും തെളിവാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും അഭിപ്രായപ്പെട്ടു. ഈ നാട് മുഴുവൻ ഒരു സ്കൂളിലേക്ക് എത്തിച്ചേരാണ്. കഴിഞ്ഞ 10-15 വർഷത്തിന് ഏറെ അധികമായി ഈ ഒരു പരിപാടി ഈ സ്കൂൾ നടത്തി പോരുന്നു. അതുപോലെ തന്നെ ഈ നാട്ടുകാരും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വലിയൊരു ഉത്സവം പോലെയാണ് ഈ ഒരു സദ്യയും ഇതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ ഈ സ്കൂളിൽ നടത്തി പോരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഈ സാംസ്കാരിക വകുപ്പാണ് ഓണമൊക്കെ കളറാക്കുന്നത്. ഇത്തവണ വലിയൊരു ഓണസമ്മാനം അവർ നൽകുന്നുണ്ട്. എന്താണെന്നറിയാമോ? അതെ, നമുക്കത് നോക്കണം. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ആലപിച്ച ഓണപ്പാട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഗാനം പുറത്തിറക്കിയത്. BK ഹരിനാരായണന്റെ വരികൾക്ക് ദൃശ്യമികവ് പകർന്നിരിക്കുന്നത് സംവിധായകൻ ഡിജോ ജോസ് ആന്റണിയാണ്. ഈ ഓണക്കാലത്ത് മലയാളികൾക്ക് മുന്നിലേക്ക് ഓണക്കാലത്തിന്റെ പുതിയ അനുഭവവുമായി എത്തിയിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥും ഒരു കൂട്ടം കലാകാരന്മാരും. കളിവില്ലോടെ പാടുന്നേ, കനവുഞ്ഞാലാടുന്നേ, പുതുപൊൻകോടി ചൂടുന്നേ, ചിറകഞ്ചും പൂത്തുമ്പി, മനമാകെ നിലാവായി ആഘോഷരാവായി. BK ഹരികുമാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ്. ഈ പാട്ടിന് ദൃശ്യമികവ് പകർന്നത് സംവിധായകൻ ഡിജോ ജോസ് ആന്റണിയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറം ഒരുപാട് കഴിവുകൾ പലർക്കുമുണ്ട് എന്നുള്ളത് അറിയുന്ന ഇത്തരം അവസരങ്ങളിലൂടെയാണല്ലേ. അശ്വതി, ഇന്നത്തെ വൈറ്റൽ വൈബ്സിൽ എന്താണ്? യോഗയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, നമുക്ക് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യകരമായി ഇരിക്കാൻ ചില രീതികളൊക്കെ തന്നെ പിന്തുടരേണ്ടത് ആവശ്യമാണ്. അതിൽ പ്രധാനമാണ് യോഗ. ആരോഗ്യകരമായ ജീവിതത്തിന് ശ്വാസത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നതും ഏറെ പ്രധാനമുള്ള കാര്യമാണ്. യോഗയിലെ പ്രധാനപ്പെട്ട ശ്വസനാഭ്യാസങ്ങളിൽ ഒന്നാണ് മധ്യപ്രാണായാമം. അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവും ശാന്തതയും നൽകുവാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ മധ്യപ്രാണായാമം എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. മധ്യപ്രാണായാമം നെഞ്ചിൻ്റെയും വാരിയെല്ലുകളുടെയും പേശികൾക്ക് ബലം നൽകുകയും ശ്വാസകോശത്തിൻ്റെ മധ്യഭാഗത്തെ വായുവറകളെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യത്തിനും മധ്യപ്രാണായാമം വളരെ നല്ലതാണ്. സ്പർശമുദ്ര, മിഡിൽ ഓഫ് ദ ചെസ്റ്റ്, അല്പം കൂടെ താഴേക്ക്, കണ്ണുകളടച്ച് ശ്വാസം മിഡിൽ ലോബിലേക്ക് മാത്രമായി കൊണ്ടുവരുന്ന രീതിയിൽ. ഫീൽ ദ എക്സ്പാൻഷൻ ഓവർ ദെയർ. ലെറ്റ് us inhale, exhale.
ഇനി അടുത്ത ആസനയിലേക്ക് ഇരു കൈകളും മുന്നിലേക്ക് വെച്ച് മിഡിൽ ലോബിലേക്ക് മാത്രം ശ്വാസം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നന്നായി നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വിടാം. ജെൻലി ചിൻ അപ്പ്, യെസ്. ജെൻലി ക്ലോസ് യുവർ ഐസ്. കൈകൾ കുറച്ചുകൂടെ പുറകിലേക്ക് മുട്ടുകളുടെ ഫ്രണ്ടിലോട്ട് വരട്ടെ. ടു ക്ലോസർ, യാ. നൗ ഇൻഹേൽ. സിംഹഭാഗം ശ്വാസവും തൊറാസിസ് റീജിയനിലേക്കാണ് വരുന്നത് എന്ന ഒരു അസംഷനിലാണ്. എക്സ്ഹാൽ. ഈ ആസനയിൽ നിന്ന് നമുക്ക് നേരെ രണ്ടാമത്തെ സ്പർശമുദ്രയായ ഇരു കൈകളും ഇരു സൈഡിലേക്ക് മാത്രം. Now you may feel on the side lobes. Inhale. ശ്വാസം മിഡിൽ ലോബിൽ ഇരു കൈകളിലേക്കും നന്നായി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ശ്വാസം എടുക്കേണ്ടത്. അടുത്ത ദിവസം ആദ്യമ പ്രാണായാമവുമായി വീണ്ടും കാണാം. പതിവുപോലെ വൈറലായ ഡിജിറ്റൽ ലോകത്തെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ഡിജിറ്റൽ വൈബ്സിലേക്ക്. അതുല്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൽക്കം ടു ഡിജിറ്റൽ വൈബ്സ്. സാധാരണ ഈ ഓണമൊക്കെ അടിച്ചു പൊളിക്കാറ് സ്കൂൾ കോളേജ് പിള്ളേരൊക്കെയാണ്. പക്ഷെ ഈ റീലൊന്ന് കണ്ടു നോക്ക്. പൊളിക്കല്ലേ നമ്മുടെ പോലീസുകാർ. അധികാരത്തിനായി വടംവലി എന്ന് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു അധികാരിയുടെ വടംവലി കണ്ടാലോ? അരുൺ IAS ടീമും നടത്തുന്ന ഒരു ഓണം വടംവലി. അച്ഛൻ അറിയപ്പെടുന്ന ഒരു ഗാങ്സ്റ്റർ ആണ്. എന്നാലും പെൺമക്കളുണ്ടായ അതൊന്നും നടക്കില്ലല്ലോ. ഒരു നൂറ്റാണ്ട് മുഴുവൻ ജീവിച്ച ഇറ്റലിയിലെ ഒരു മുത്തശ്ശിക്ക് ഇതാ ഒരു നാട് മുഴുവൻ ഹാപ്പി ബർത്ത്ഡേ പറയാനെത്തി. ചന്ദ്രനിൽ ഇനി മനുഷ്യൻ കാലുകുത്തുമോ? ഇല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ചില റോഡുകളുണ്ടല്ലോ എന്നാണ് ഈ ചേട്ടൻ്റെ വാദം. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് പിന്നെ വരാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.